ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും നോമ്പ് പ്രമാണിച്ച് നല്ല നനച്ചുണിൻ്റെ ഒക്കെ തിരക്കിലാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ നനച്ചുണി ഇങ്ങനെ കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഫൈനലാക്കാമെന്ന് വിചാരിച്ചു. കർട്ടൻസൊക്കെ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അയൺ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ താഴത്തെ ഏകദേശം നനച്ചുണി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇടാം. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുക റൂമൊക്കെ ഒന്ന് തട്ടി കൊട്ടുന്ന പണിയായിരുന്നു. താഴത്തെ റൂമുകളാണ് അതൊക്കെ. അപ്പോൾ മാറാല അതൊക്കെ തട്ടി പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീനാക്കിയല്ലോ. ഡീപ്പ് ക്ലീനിങ് തന്നെ വേണമല്ലോ. നമ്മളെന്നും ക്ലീൻ ആക്കുകയാണെന്ന് പറഞ്ഞാലും എത്ര തുടച്ചാലും നമ്മൾ ഈ പൊടി തട്ടുമ്പോൾ എവിടെ നിന്നാണ് ഈ പൊടിയൊക്കെ വരുന്നതെന്ന് നമുക്ക് തന്നെ ഡൗട്ടായി. കാരണം അങ്ങനെ പൊടി തട്ടൽ 3 സ്റ്റേജിലായിട്ട് നമ്മൾ പൊടി തട്ടൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടോ, എവിടെ നിന്നാണ് ഈ പൊടി വരുന്നതെന്ന് കാണുന്നില്ല. തട്ടുമ്പോൾ അതാ പൊടി എന്നും തുടക്കണ അവസ്ഥ. അപ്പോൾ തുടക്കാതിഞ്ഞാൽ എന്തേ കാര്യം കഥ. പിന്നെ ഈ പെട്ടി കണ്ടോ ഗൈസ്, ഇത് പണ്ടത്തെ പെട്ടിയാട്ടോ. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു പെട്ടിയാണ്. വീട് തറവാട് വീടായതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട് റാക്കുമ്മൽ. ഇതൊക്കെ നന്നാക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. ശരിക്കും റാക്കൊന്നും പാടില്ലല്ലേ ഗൈസ്. റാക്കൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ നനച്ചുണിക്കാണ് നമുക്ക് കണ്ടോ, ഏതോ പുരാതന കാലത്തെ റേഡിയോ ആണ് ഗൈസ്. റേഡിയോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതൊക്കെ ഇങ്ങനെ ഇതൊരു ഓർമ്മക്ക്, ഇവിടുത്തെ വല്യമ്മൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ എന്നും എല്ലാ നനച്ചുണിക്കും എടുത്തിട്ട് വീണ്ടും അവിടെ അങ്ങനെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ നമുക്ക് റാക്കുമൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുക, പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ വിരിച്ചു കൊടുക്കണം. പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ പേപ്പറൊക്കെ വിരിച്ച് റാക്കൊക്കെ ഏകദേശം സെറ്റാക്കിന്. പിന്നെ അടിയിൽ തുടച്ച് വെച്ച കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ടാസ്ക്കാണ് ഈ ജനലിൻ്റെ കമ്പി. അതും ഏകദേശം റെഡിയായി. അതിൻ്റെ ഇടയിൽ വിശന്നപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെന്തുണ്ടാക്കി, ബ്രെഡ് ഓംലെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുക്കള പണിയും നനച്ചിന് പണിയും ഒപ്പം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അടുക്കള അന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ആക്കിയിട്ട് അതിന്മേൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഫുഡ് അധികം കഴിച്ചാലും നമുക്ക് പണിയെടുക്കാൻ പണിയേക്കാരം. അപ്പോൾ ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് നനച്ചുണി പണി കണ്ടിന്യൂ ആക്കാൻ വിചാരിച്ചു. ഈ ജനൽ കമ്പിയൊക്കെ കാണാൻ രസമാണ്, പക്ഷേ നനച്ചുണി എടുക്കുമ്പോഴാണ് ഇത്ര വലിയ കമ്പിയൊന്നും വേണ്ടിയില്ലേ ഇനിയെന്ന് തോന്നിപ്പോവുക. അത് തുടച്ച് കൈയൊക്കെ ഒരു വിധവും ഗൈസ്. അപ്പോൾ പിന്നെ ഈ വെള്ളം നമ്മൾ ഓടൊക്കെ കഴുകണ ആ സാധനം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നീനു ആ മെഷീന്. അതായിട്ട് നമ്മളെ പുറം ഭാഗമൊക്കെ ഏകദേശമൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇവിടെ വെള്ളം വേണം എന്ന് പറഞ്ഞ് പണിയെടുക്കുമ്പോൾ ആൾക്ക് വെള്ളം വേണം. ഉണ്ടോ ചളി പോകണുണ്ട് ഗൈസ്. സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ എത്ര തുടച്ചാലും ഇവിടെ ഇങ്ങനെ ഒരു കറ പോലെ വരും. അതൊക്കെ ഈ സാധനം ഇട്ട് കഴിയപ്പം പോയി. അപ്പം നനച്ചുണി പ്രമാണിച്ച് നമ്മളെ ബുള്ളറ്റും കുറച്ചൊന്ന് വെള്ളം കണ്ടാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് കാണാൻ, എന്നോ വെള്ളം കണ്ടതാട്ടോ. അപ്പോൾ ബുള്ളറ്റും ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് നമ്മളെ പുറത്തൊക്കെ എത്തിയിട്ട് നനച്ചുണി. അപ്പോൾ നമ്മളെ അമ്മിത്തറൊക്കെ ഒക്കെ ഇതുകൊണ്ട് കൈകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മേലത്തെ റൂം നന്നാക്കാണ്ടായിരുന്നു. ഫുള്ള് സാധനം വലിച്ച് വാരി അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഉടഞ്ഞ് എന്ത് ചെയ്യണം, താഴത്തെ റൂം പോലെ പൊടിയൊക്കെ തട്ടി എടുത്തിട്ട് വേണം ഇവിടെയൊക്കെ തുടച്ചെടുക്കാൻ. അപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളൊക്കെ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെൽഫിൽ നിന്ന് ഇങ്ങനെ ഇതിപ്പോൾ ആ റേഡിയോ പറഞ്ഞ പോലെയാണ്, കല്യാണ സാരിയാണ്. ഇതിങ്ങനെ എടുക്കും, വെയിലത്ത് കൊള്ളിക്കും, പിന്നിടും. ഇതൊക്കെ കല്യാണത്തിൻ്റെ അന്ന് മാത്രം ഇടും. ഇപ്പോൾ ഉള്ളത് വാടക ഒക്കെ ഉണ്ടായി. നമ്മളെ കാലത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങലേനി. ഇപ്പോൾ വാടക ഒക്കെ ആയല്ലോ. ഒരു കണക്കിന് അതന്നെ നല്ലത്. ഇതാ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് വലിയ വില കൊടുത്ത് മേടിക്കും. അങ്ങനെ റൂമത്തെ ഏകദേശമൊക്കെ റെഡിയായി. നമ്മൾ കമ്പിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മുടെ പണിയൊക്കെ ഒരു ഭാരമാവാതെക്കാൻ വേണ്ടി മ്യൂസിക്കൊക്കെ പ്ലേ ആക്കൽ തുടങ്ങിയിട്ട് പിന്നെ കാരണം ഒരു എനർജിക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നനച്ചുണിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് എന്ത് ചെയ്ത് നല്ല ചൂടെടുക്കുമ്പോൾ നമ്മളൊന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ടോ ജസ്റ്റ് ഒന്ന് പോകാറുണ്ട്. നൈറ്റ് ഡ്രൈവ് പോയി. അവിടെ നിന്നൊരു ഫ്രഷ് ജ്യൂസും മേടിച്ചിട്ട് അങ്ങനെ നടക്കാറുണ്ട്. ബീച്ചിൽ നിന്ന് ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുക. ബീച്ച് പോയി വിചാരിച്ച് പ്രത്യേകിച്ച് തണുപ്പൊന്നും കിട്ടണില്ല കേട്ടോ, എല്ലായിടത്തും ചൂട് തന്നെ. അങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് അതിലൊക്കെ നടക്കും. പിന്നെ ബീച്ചിൻ്റെ അടുത്തിൽ ഈറ്റിയ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പ് വരെ വെറുതെ നടന്നുപോയി, വെറുതെ രസത്തിൽ. അവിടെ എന്താണ് ലോഡഡ് ഫ്രൈസ് ഇപ്പോൾ ട്രെൻഡാണല്ലോ, അപ്പോൾ യൂട്യൂബിൽ വൈറലായി കണ്ടപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടാൻ നല്ല ലേറ്റ് ആവും. അവിടെ നല്ല റഷ് ചെയ്യുന്നു, 3/4 മണിക്കൂർ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കഴിച്ച് നാട്ടിലെത്തുമ്പോൾ നേരം വൈകും വിചാരിച്ച് നമ്മൾ മന്തി ഹൗസ് പോയി കുറച്ച് മന്തി ഓർഡറാക്കി അതും കഴിച്ചു. അങ്ങനെ നനച്ചുണി എന്നുള്ള ആ ടാസ്ക് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് കുറേ വീഡിയോസ് സ്കിപ്പ് ചെയ്താണ് ഇത് എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേനും റമദാനായിന്. അപ്പോൾ സോറി. വീഡിയോ കാണുന്നവരെന്തായാലും എന്താ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, കയ്യാണെങ്കിൽ കമൻറ്റ് ഇടാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.